ഇന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് എന്ന വാക്കിൻ്റെ അർത്ഥവും അവ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഇൻഫ്ലുവൻസ് എന്ന വാക്കിനെ സ്വാധീനം അല്ലെങ്കിൽ സ്വാധീനിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഹി ഹാസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഗവൺമെൻറ്. അയാൾക്ക് ഗവൺമെൻറ്റിൻ്റെ മേൽ ഒരു ശക്തമായ സ്വാധീനമുണ്ട്. ഹി ഹാസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉണ്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഹി ഹാസ് അയാൾക്ക് ഉണ്ട്. എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഒരു ശക്തമായ സ്വാധീനം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശക്തമായ, ഇൻഫ്ലുവൻസ് സ്വാധീനം. അയാൾക്ക് ഗവൺമെൻറ്റിൻ്റെ മേൽ ഒരു ശക്തമായ സ്വാധീനമുണ്ട്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്. ഹിസ് ബുക്ക് ഹാസ് ഇൻഫ്ലുവൻസ് ദ ലൈഫ്സ് ഓഫ് മില്യൺസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഹാസ് ഇൻഫ്ലുവൻസ്ഡ് സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക. ഹാസ് ഇൻഫ്ലുവൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാധീനിച്ചിട്ടുണ്ട്. ദ ലൈഫ്സ് ജീവിതങ്ങളെ. ഓഫ് മില്യൺസ് എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്. എ ഫിലിം സ്റ്റാർ ക്യാൻ ഇൻഫ്ലുവൻസ് യങ് പീപ്പിൾ. ഒരു ഫിലിം സ്റ്റാറിനെ യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. എ ഫിലിം സ്റ്റാർ ഒരു ഫിലിം സ്റ്റാറിനെ ക്യാൻ ഇൻഫ്ലുവൻസ് സ്വാധീനിക്കാൻ കഴിയും. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക. ക്യാൻ ഇൻഫ്ലുവൻസ് സ്വാധീനിക്കാൻ കഴിയും. യങ് പീപ്പിൾ യുവജനങ്ങളെ. ഒരു ഫിലിം സ്റ്റാറിനെ യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഫ്ലുവൻസ് എന്ന വാക്ക് വരുന്ന 3 മലയാളം സെൻറ്റൻസുകൾ ഞാൻ തരാം. നിങ്ങൾ അതൊന്ന് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്. നിന്നെ രക്ഷിക്കാൻ ഞാൻ എൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിക്കും. ഇനി രണ്ടാമത്തേത്. രാഷ്ട്രീയക്കാർക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇനി മൂന്നാമത്തേത്. നിന്റെ വാക്കുകൾ ജനങ്ങളുടെ മനസ്സുകളെ സ്വാധീനിച്ചു. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.